രണ്ടാമത്തേത് സ്നേഹത്തിനൊരു ഭാഷയുണ്ട്, അത് ടച്ചും പരിഗണനയാണ്. അതാണ് രണ്ടാമത്തെ ഹോർമോൺ. ഓക്സിറ്റോസിൻ എന്നാണ് ആ ഹോർമോണിന് പറയാം. സന്തോഷം നൽകുന്ന ഹോർമോണാണ് സ്നേഹത്തിന്റെ ഹോർമോണായ ഓക്സിറ്റോസിൻ. അതുണ്ടാവണമെങ്കിൽ നല്ല സ്പർശം കൊടുക്കണം. 3 വയസ്സ് മുതൽ ഒരു കുട്ടി ടച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. അത് ഉമ്മാനോട് ചോദിച്ചു വരും കുട്ടി, ഉമ്മ എന്നൊന്ന് എടുക്കുവോ, എന്നെ മടിയിൽ വെക്കുവോ, എന്നെ കെട്ടിപ്പിടിക്കോ, എന്നെ അണച്ചു വിട്ടുവോ, എനിക്കൊരു ഉമ്മ തരുമോ. 2 വയസ്സായ കുട്ടിക്ക് ഉമ്മ വെച്ചാൽ തുടച്ചാളെ, 3 വയസ്സായ കുട്ടിക്ക് ഉമ്മ വെച്ച് അങ്ങനെ വെച്ചിരും. ഈ സമയത്ത് നമ്മൾ ടച്ച് ചോദിച്ചു വരുന്ന കുട്ടിക്ക് ടച്ച് കൊടുക്കൂല. എത്ര വലിയ എന്നെ എടുക്കേ പോയി കാണും. അപ്പൊ കുട്ടി ടച്ച് കിട്ടാൻ വേണ്ടി പല കോപ്രായം കാണിക്കും. ആ കോപ്രായത്തിനാണ് നമ്മൾ 4-ാം വയസ്സിലെ നട്ടപ്രാന്ത് എന്ന് പറയുന്നത്. ഉമ്മ പോയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കും, ടച്ച് കിട്ടില്ല, സമാധാനം. അതിന് പകരം ഒരു ഉമ്മ കൊടുത്താല്, ഒന്ന് ചേർത്ത് പിടിച്ചാൽ. മലയാളികളുടെ സ്വഭാവം നമുക്ക് കൂടിപ്പോയിട്ട് നമ്മൾ അറിയാതെ ദീൻ വിട്ടുപോകുന്നത് കൊണ്ടാ. മലയാളിക്ക് ടച്ചില്ല, നമസ്കാരം, എന്നെ തുടരരുത് എന്നാ. ദീന് കെട്ടിപ്പിടിച്ചുകൊണ്ടാ സംസാരിക്കാൻ പറയുന്നത്. എല്ലാം വിട്ടു. അതുകൊണ്ടാ നമ്മൾ പലപ്പോഴും ഈ കല്യാണം കഴിക്കുമ്പോ താലി കൊടുക്കുന്ന സ്വഭാവം കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ളൂ. മെഹർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ ചെയിനാണ് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിപ്പോയി. അത് കേരള സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിട്ടാ. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന കേരള സംസ്കാരം നമ്മൾ ഉണ്ടായത്. ദീനിൽ ഭാര്യയും ഭർത്താവും ഇല്ല, ഇണയും തുണയും മാത്രമേ ഉള്ളൂ. നിനക്ക് ഇണയാക്കിയും തുണയാക്കി തന്നു എന്നാ നിക്കാഹ് ചെയ്തപ്പോ പറഞ്ഞത്. അതുകൊണ്ട് ഭരിക്കാൻ പോണ്ട ഭാര്യനെ ഭർത്താവിനെ ഭരിക്കാനുള്ള അവസരം ഭാര്യ കൊടുക്കുകയും വേണ്ട. കൂടുതൽ പെണ്ണുങ്ങളായതുകൊണ്ട് എനിക്ക് പോകാനുള്ള സൗകര്യത്തിൽ പറഞ്ഞായിരുന്നു. ഭാര്യ ഭർത്താക്കം പറഞ്ഞ പോലെ ഇണയും തുണയുമായിട്ട് നിൽക്കണം. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പർശ. കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ സ്പർശം കുറച്ച് കൂടുതലായിരിക്കും അല്ലെ? കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യ ഭർത്താക്കാര് ബൈക്ക് പോവുകയാണെങ്കിൽ സ്പർശം കൊണ്ട് കൂടിയിട്ട് ബാക്കിൽ 2 ആൾക്ക് കയറാൻ സ്ഥലം ഉണ്ടാവും. എന്നാൽ ഒരു 6 മാസം കഴിഞ്ഞാൽ നടുക്കൊരു ബാഗ് വെച്ചിട്ടുണ്ടാവും. സ്പർശം കുറഞ്ഞതെന്ന് അർത്ഥം. പ്രായം കൂടുന്തോറും സ്പർശം കിട്ടാനുള്ള ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വയസ്സന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കണം. രണ്ടാമതൊരു സാധനം പരിഗണനയാണ്. ഒരാൾക്ക് പരിഗണന കിട്ടിയ എന്ത് കാര്യവും ചെയ്യും. ഭയങ്കര വ്യത്യാസമാണ്. അംഗീകാരവും പരിഗണനയുമാണ് ഒരാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്നാണ്. മിക്ക വീട്ടിലും നടക്കുന്ന വയസ്സന്മാരെ പരിഗണിക്കാത്തതിന്റെ കച്ചറ നമുക്കൊക്കെ അറിയാവുന്ന. അങ്ങനെ വയസ്സന്മാർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ. മിക്കവാറും വീട്ടിൽ നമ്മുടെ ഒരു നാട്ടിലെ സ്വഭാവം വെച്ചിട്ട് ഇളയ മോളുടെ ഭാര്യന്റെ കൂടെ, അതായത് ഇളയ മോളുടെ കൂടെ ആയിരിക്കും വാപ്പയമ്മയൊക്കെ ഉണ്ടാവുക. മൂത്ത മോൻ വേറെ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവിടുത്തെ മരുമോള് വൈകുന്നേരം എല്ലാ പണിയും കഴിഞ്ഞ് നൽകും തുടക്കലടക്കം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഒന്ന് മേലോട്ട് കയറി തറവാട്ടിലേക്ക്. എന്നിട്ട് ഉമ്മച്ചി ഒന്ന് ഒഴിയൂ, നിങ്ങളൊന്ന് ഉച്ചക്കൊന്നും തിന്നില്ലേനോ, ക്ഷീണിച്ചു പോയോ, ഒരു ടച്ചും പരിഗണനയും. അപ്പൊ ഉമ്മച്ചി പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഓക്കെപ്പോഴും പണ്ടേത്തെ സ്നേഹമുണ്ട്, ബേടേണ്ട ഒരു സാധനം, എന്നെ നോക്കാനേ നേരല്ല. ഓളായി കലക്കി കൊടുക്കുന്നത്, ഭക്ഷണം എടുത്ത് കൊടുക്കുന്നത്, മരുന്ന് കൊടുക്കുന്നത്, മറ്റുള്ളവർ 2 മിനിറ്റ് വർത്താൻ പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആ 2 മിനിറ്റ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഉമ്മനോടൊക്കെ സംസാരിക്കുമ്പോൾ, വയസ്സന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ ടച്ചും പരിഗണനയും കൊടുത്തുകൊണ്ട് സംസാരിക്കും. നല്ല മാറ്റം ഉണ്ടാവും. സോപ്പിട്ടാൽ കോവിഡ് അടക്കം പോകുന്നല്ലേ? അങ്ങനെയാണ് എല്ലാവരെയും അസൂയ പോകാൻ ഏറ്റവും നല്ല സോപ്പിടല. അതുകൊണ്ട് സോപ്പിടാൻ പഠിക്കും. മൂന്നാമത്തേത് കൂട്ടായ്മയാണ്. സെറോട്ടോണിൻ എന്നാണ് അതിന്റെ പേര്. ഇപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ ഹാപ്പിനെസ് സെറോട്ടോണിന്റെ ഹാപ്പിനെസ്സാണ്. സൗകര്യങ്ങൾ കൂടുമ്പോൾ ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്ന. അപ്പൊ നമ്മൾ ബോധപൂർവം ബന്ധം ഉണ്ടാക്കണം. നീ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ എൻ്റെ ഉമ്മ 3 കിലോമീറ്റർ അപ്പുറത്താണ് ഉമ്മാന്റെ തറവാട്. ഒരു വാഹനം ഇല്ലാത്ത കാലത്ത് ഉമ്മ നടന്നു പോകുമായിരുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വല്യമ്മാനെ കാണാൻ. എൻ്റെ ഭാര്യന്റെ വീടും 3 കിലോമീറ്റർ അപ്പുറത്താണ്. അവക്കുണ്ട് വണ്ടി, എനിക്കുണ്ട് വണ്ടി, പക്ഷെ നേരല്ല. സൗകര്യം കൂടുമ്പോൾ നേരം ഉണ്ടാവാ വേണ്ടി, പക്ഷെ നമുക്കില്ലാതായത് നേരമില്ലാതായതാ. അതാണ് സൗകര്യം കൂടുമ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ വീടും കുറച്ച് ആൾക്കാരും മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്ര നല്ല ബന്ധം ഈ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നപ്പോൾ ഇല്ല. ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് മാറി. ഇനി വീട് എന്ന് പറഞ്ഞ ഗ്രൂപ്പും കൂടി ഉണ്ടാവാനുള്ളൂ. ഉമ്മ അഡ്മിൻ ആയിട്ടൊരു ഗ്രൂപ്പ്, വീട്, വാപ്പ സെക്കൻഡ് അഡ്മിൻ, മക്കളൊക്കെ മെമ്പർമാർ. അടുത്ത് വരൂ. എന്നിട്ട് ഉമ്മ ഗ്രൂപ്പിലിട്ട് ചോറായിട്ടോന്ന്. അപ്പൊ വാപ്പ ചോദ്യം, എന്താ കറി? മോനെ തലേ കൈവെക്കുന്ന സ്മൈലി, മോൾ ഓടുന്ന സ്മൈലി, അതും കൂടിയേ വരാനുള്ളൂ. സൗകര്യം കൂടുമ്പോൾ നമ്മൾ ബോധപൂർവം ബന്ധം ഉറപ്പിക്കണം. അതിനാണ് ഇത്തരം കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അതിന് നിങ്ങൾ വീട്ടിൽ ഇന്നു മുതൽ ചെയ്യേണ്ട ഒരു സുന്നത്തുണ്ട്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ, ഒരുമിച്ച് നിസ്കരിക്കൽ, ഒരുമിച്ചുറങ്ങൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വക്ത് നിസ്കരിച്ചാല്
ഒരു മഗ്രിബ് നിസ്കരിച്ചാൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും കൂട്ടമായി നിസ്കരിച്ചാൽ 27 മഗ്രിബ് ഫ്രീ. എമ്മാരി ഓഫറാ. ഈമാന്റെ കുറവുകൊണ്ട് ആ ഓഫർ മനസ്സിലാവാത്തത്. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ 50% എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങോട്ട് പായല. ഇത് എമ്മാരി ബൈ 1 ഗെറ്റ് 27. പക്ഷെ നമുക്കതിന് സമയമില്ല. കാരണം ഈമാന്റെ കുറവുണ്ടാ. കൂട്ടമായി ചെയ്യുമ്പം ബന്ധം ശക്തിപ്പെടും. പ്രത്യേകിച്ച് ഭക്ഷണം ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ബന്ധമായിരിക്കുന്നത്. കാരണം ബന്ധം കൂടുമ്പോൾ വൃത്തിക്ക് പ്രാധാന്യം ഉണ്ടാവില്ല. അത് ശ്രദ്ധിച്ചു വെക്കാൻ മനസ്സിലാവും. ഉപ്പാന്റെയും ഉമ്മാന്റെയൊക്കെ ഒരു നല്ല സ്നേഹമുള്ള മക്കളാണെങ്കിൽ അവരുടെ വേസ്റ്റ്, അവരുടെ അപ്പി പോലും മണം പോയിട്ടുകാർക്ക് ഉണ്ടാവില്ല. അതാണ് മക്കളെ അപ്പി ഉമ്മാക്ക് മണക്കാത്തത്. വൃത്തിയേക്കാളുള്ള സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ്. സ്നേഹം കൂടുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ ഒറ്റക്ക് നമ്മളുടെ പാത്രത്തിൽ നിന്ന് മാത്രം ചോറെടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുക. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് കൂട്ടുകാരായാലോ, അല്ല ആദ്യത്തെ ദിവസം നമ്മൾ കൂട്ടുകാരിയോ കൂട്ടുകാരനോ കൊണ്ടുവന്ന ചെമ്മീൻ ചമ്മന്തി കണ്ടിട്ട് വായിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട്. പക്ഷെ എങ്ങനെ എടുക്കുക ചോദിക്കാനായിട്ട് ധൈര്യമില്ല. എന്നിട്ട് നമ്മളൊരു ചോദ്യമൊക്കെ ഉണ്ടാക്കും, അമ്മിമ്മൽ അരച്ചതാണോ എന്നൊക്കെ. അപ്പോൾ ഒരു പറയൂ അല്ലാതെ മിക്സിയിൽ എന്നാൽ കുറച്ച് നോക്കട്ടെ. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ സ്നേഹിതരായി കഴിഞ്ഞാലോ മറ്റേ ആൾ ചമ്മന്തി കൊണ്ടുവന്നത് ഓർമ്മ ഉണ്ടോ? കൈയിട്ട് അതിൽ വാരും. ഒറ്റക്ക് തിന്നാണോ? അപ്പൊ വേറൊരാളുടെ പാത്രത്തിൽ കൈയിട്ട് വാരുമ്പോൾ നമ്മളുടെ ഇടയിൽ വർദ്ധിക്കുന്നത് സ്നേഹബന്ധ. നെപ്പോളിയൻ എന്ന് പറയുന്ന രാജാവ് ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് കൊടുത്തയച്ചൊരു കത്തുണ്ടായിരുന്നു. ആ കത്ത് തുടങ്ങുന്നത്, ജോസഫൈൻ, നീ ഇന്ന് കുളിക്കരുത്, ഞാൻ ഇന്ന് നിന്റെ അടുത്തേക്ക് വരികയാണ്, നിന്റെ വിയർപ്പിന്റെ ഗന്ധം എനിക്ക് ആസ്വദിക്കണം. സ്നേഹം ഉണ്ടാവുമ്പോൾ വിയർപ്പിന്റെ ഗന്ധം പോലും ആസ്വദിക്കും. അതാണ് കാമുകന്മാര് അടുത്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് നല്ല മണമെന്നാ തോന്നുക. ഭാര്യാഭർത്താക്കന്മാർ പോകുമ്പോൾ നാറ്റാണെന്നാ തോന്നുക. സ്നേഹം കുറയുന്നുണ്ടാവും. ഭാര്യാഭർത്താക്കന്മാർ ചുണ്ടുകൾ ചേർത്ത് ഉമ്മ വെക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഇതെന്താ തുപ്പലാന്ന്? വൃത്തി ഉണ്ടാവില്ല. അതാ ഞാനൊരു ദിവസം ചോറിന് മുടി കിട്ടിയപ്പോ ഭാര്യയോട് ഇങ്ങനെ ഈർച്ച കാണിച്ചത് എന്താടി? ഭാര്യ ചോദിക്കും, ഇന്നലെ രാത്രി കാർക്കൂന്തലായിരുന്നു. ഞാൻ ഒന്നും പറയാനില്ല. സ്നേഹം കൂടുമ്പോ വൃത്തിയേക്കാൾ അടുപ്പത്തിന് പ്രാധാന്യം കൊടുക്കുക. അതാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സാധനം. അതുകൊണ്ട് കുട്ടികളും ഉപ്പയും ഉമ്മയും ഒക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സെറോട്ടോണിൻ ഉണ്ടാവും. നാലാമത്തേത് എൻഡോഫിൻ എന്നാണ്. പരസ്പരം തമാശകൾ പറയണം. സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് തമാശ പറഞ്ഞ ഹദീസ് ഉണ്ട്. സുന്നത്താ, നല്ല കൂലി കിട്ടുന്ന സുന്നത്ത്. ഭാര്യമാരോട് തമാശ പറയണം. പക്ഷെ നമ്മളിത് വീട്ടിലൊക്കെ എത്തിയ പ്രത്യേകിച്ച് ദീൻ കൂടുതലുള്ളവരായിരിക്കും ഫുൾ മസലായി പോകും. ആ സുന്നത്ത് ആരും ചെയ്യൂല. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലും മുള്ളെല്ലാം കൂടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേരെ നിർത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ തോണ്ടിയിട്ട്, ഉമ്മ ഒടുക്കാത്ത തീറ്റാട്ടോ, എന്തോ ഒരു എല്ലും മുള്ളാണ്. അപ്പോ ആയിഷ ബീവി തിരിച്ചു പറഞ്ഞത്, ഉപ്പ എല്ലും മുള്ളും അടക്കം തിന്നാ തോന്നുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ ചിരിച്ചു എന്നാ. തമാശകൾ പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ വളരെ കൂടും. എന്നാൽ വീട്ടിൽ ഒരിക്കലും കേറ്റാൻ പാടില്ലാത്ത, കേറ്റേണ്ട ഹോർമോൺ 4 എണ്ണമാണ്. അംഗീകാരത്തിന്റെ ഡോപ്പമിൻ, സ്നേഹത്തിന്റെ ഓക്സിറ്റോസിൻ, അടുപ്പത്തിന്റെ സെറോട്ടോണിൻ, തമാശയുടെ എൻഡോഫിൻ. ഇത് ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇത് എന്താണ്, ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 6 വയസ്സിന്റെയും 12 വയസ്സിന്റെയും ഇടയിലുള്ള മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നോൽക്കാനാണോ നിസ്കരിക്കാനാണോ കൂടുതൽ ഇഷ്ടം? 6 വയസ്സിന്റെയും 12ന്റെ ഇടയിലുള്ളവർക്ക് നോമ്പ് നോൽക്കാനാണോ നിസ്കരിക്കാനാണോ കൂടുതൽ ഇഷ്ടം? നോമ്പ് നോൽക്കാനല്ലേ. അതിൽ എളുപ്പമുള്ള പണി നിസ്കരിക്കലാണോ നോമ്പ് നോൽക്കലാണോ? അപ്പൊ എളുപ്പമുള്ള പണി ഒഴിവാക്കിയല്ലേ ഇവർ നോമ്പ് നോൽക്കുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ഈ പറഞ്ഞ 3 കാരണം. ഒന്ന്, നോമ്പ് നോൽക്കുമ്പോൾ കൂട്ടായ്മ ഉണ്ടാവും. നട്ടപ്പാതിർക്ക് ഒരുമിച്ച് എണീറ്റ് എല്ലാരും കൂടി ആ നോമ്പ് നോൽക്കാനുള്ള ഭക്ഷണം കഴിക്കും. എല്ലാരും കൂടി ഒരുമിച്ചാണ് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കഴിക്കുക. അന്നേരം നോമ്പങ്ങാൻ നോറ്റില്ലെങ്കിൽ, നോമ്പൊക്കെ നോറ്റാൽ തിന്നിട്ട് വന്നാൽ മതി, പോയിക്ക് അവിടെ നിന്ന്. ഇവരെ കൂട്ടത്തിൽ കൂട്ടൂല. കൂട്ടം കിട്ടാൻ വേണ്ടിയാ സാധു പട്ടിണി കിടക്കുന്നത്. രണ്ടാമത്തെ ഒടുക്കത്തെ പരിഗണന, നോമ്പ് നോറ്റാ വാവ കുറച്ചുകൂടി കിടന്നോളി, വെയിലുള്ളാൻ പോണ്ട, വെള്ളം കുടിച്ചീനോ, ചിക്കൻ കിട്ടിയോ, 10ന് 2 എണ്ണം കൊടുത്തുന്നോ. ഒടുക്കത്തെ പരിഗണന. നോമ്പങ്ങാൻ നോറ്റിയില്ലെങ്കിലോ പോത്തിന്റെ മാതിരി കിടന്നുറങ്ങാ, എനിക്ക് ചായ നിട്ടോ, എനിക്ക് പണിക്ക് പോകാൻ ഇങ്ങോട്ട് എണീറ്റ് വരുന്നുണ്ടോ, മൊത്തം തല തിരിയും. മൂന്നാമത്തേത് ഒടുക്കത്തെ അംഗീകാര. പാപ്പിച്ചി 18 എണ്ണം നോറ്റിട്ടാ, ഇവന് സക്കാത്തിന്റെ പൈസ കൊടുക്കണം കേട്ടോ, എല്ലാരോടും ഇത് വിളിച്ചു പറയും. ഈ പറഞ്ഞ 3 എണ്ണം ആരെങ്കിലും നിസ്കാരത്തെ ചെയ്യാറുണ്ടോ?
കൂട്ടമായി നിസ്കരിക്കൂല, നിസ്കരിച്ചതിന് അംഗീകാരം കൊടുക്കൂല. ആരെങ്കിലും ആ മോൻ 5 വക്ത് നിസ്കരിച്ചല്ലേ മോൻ ഒരു പൊരിച്ച മീൻ അധികം എന്നൊരു വാക്കെങ്കിലും പറയാറുണ്ടോ? അഥവാ 5 വക്ത് നിസ്കരിച്ചാൽ തന്നെ മോൻ വന്ന് പറഞ്ഞാൽ പറയാ നിസ്കരിച്ചൊന്നാ ചെറുത്താൻ കൂടി ഉണ്ടാവും, തല തിരിച്ചാ പറയാ. അതുകൊണ്ട് ഈ 4 കാര്യം പരമാവധി വീട്ടിൽ കൊണ്ടുവരിക. ഒരു സാധനം ഒഴിവാക്കുക, അത് അഡ്രിനാൽ എന്ന് പറയുന്ന ഹോർമോണാണ്, ദേഷ്യത്തിന്റെ ഹോർമോൺ. അതൊരു വാതകം പോലെയാണ്. ഒരാൾക്ക് അത് പിടിച്ചാൽ അതിങ്ങനെ പടർന്നു പോകും. അതായത് സ്വയം കത്തുകയും ചെയ്യും, ചുറ്റുമുള്ളതിനൊക്കെ കത്തിക്കുകയും ചെയ്യും. ഒരു കഥ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരാള് അയാളുടെ ബോസിനോട് ചീത്ത കിട്ടും. ബോസിനോട് ചീത്ത കേട്ടാൽ തിരിച്ച് ചീത്ത പറയാൻ പറ്റൂല. തിരിച്ച് ചീത്ത പറഞ്ഞാൽ ഈ അഡ്രിനാൽ അങ്ങ് കുറഞ്ഞു. അഡ്രിനാലിൽ കയറിയുള്ള പ്രത്യേകത ഭയങ്കര ശക്തിയായിരിക്കും. കാരണം ഒരാൾ നമ്മളെ അടിക്കാൻ വന്നാൽ തിരിച്ചടിക്കാനാണ് ശരീരം അഡ്രിനാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാലും തിരിച്ച് പ്രതികരിക്കാൻ വേണ്ടി നമുക്ക് ശക്തി കൂടുതലായിരിക്കും. അപ്പൊ ഇയാൾ തിരിച്ച് ബോസിനോട് ചീത്ത പറഞ്ഞാൽ അഡ്രിനാൽ കുറയും. പക്ഷെ ബോസല്ലേ ചീത്ത പറയാൻ പറ്റുമോ? അപ്പൊ ഇയാളുടെ ശരീരം മുഴുവൻ അഡ്രിനാലും കയറ്റിയിട്ടാണ് ഇയാൾ വീട്ടിലേക്ക് വരുന്നത്. ബൈക്കൊക്കെ സ്റ്റാർട്ടാക്കുമ്പോൾ മുരുണ്ടും, കാരണം ദേഷ്യമാണ് സ്റ്റാർട്ടാക്കുന്ന, മൂപ്പരല്ല. വീട്ടിലെത്തിയിട്ട് ബൈക്കിന്റെ സ്റ്റാൻഡ് ഒരു ചവിട്ടേക്കും. സ്റ്റാൻഡ് ഒന്നും അറിഞ്ഞില്ല, എന്നാൽ ചവിട്ട് കിട്ടും. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ഒറ്റ ബെല്ലടിച്ചാൽ മതി. പക്ഷെ അഡ്രിനാൽ കയറിയ ആള് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ കിണി 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 എന്നാ ബെല്ലടിക്കും. ഭാര്യ ഒരു ചിരി ബമ്പർ ചിരിയൊക്കെ കണ്ട അങ്ങനെ ചിരിച്ച് മറന്ന് നിൽക്കുമ്പോഴാണ് ഇയാള് കിണികിണിന്ന് ബെല്ലടിക്കുന്നത്. വരുന്ന മനുഷ്യൻ എങ്ങനെ തിരക്കൂട്ടണോ, നിങ്ങൾക്ക് എന്തായിപ്പോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി പൂമുഖവാതിൽക്കൽ പൂന്തിങ്കളായിട്ട് ഭാര്യ വാതിൽ തുറക്കുമ്പോ ഇയാള് അപ്പം ഭാര്യ എന്നിപ്പോ എന്തോ ഒരു ദേഷ്യം പിടിച്ച് വരുന്ന മാരുണ്ടല്ലോ, അതിന് മറുപടി ഇല്ല. അതിനേക്കാൾ സ്നേഹത്തോടെ അല്ലേ നിങ്ങളോട് തക്കാളി ഉള്ളിയൊക്കെ വാങ്ങാൻ പറഞ്ഞ മറന്നുപോയോ, ചേപ്പൻ ചോദിച്ചെന്ന് ചോദിച്ചാൽ മതി. ഒരാറ്റ ചാട്ട പ്രഷർ കുക്കർ തുറന്ന മാരുണ്ടാവും. തക്കാളി തിന്നണുള്ള വിചാരമുള്ളൂ. മേശപ്രാന്തെടുത്ത് പേര് ആകെ രാവിലെ പോകുമ്പോ നമുക്ക് തിന്നണ വിചാരം. തക്കാളി എനിക്ക് വേണമെങ്കിൽ പോയി വാങ്ങിയാൽ പോരും. 4 ചാട്ടോ. ഇത് കേൾക്കുമ്പോ ഭാര്യക്ക് നേരെ അഡ്രിനാലിൻ കയറും. ഇയാളൊക്കെ ഒരു ജീവിക്കുന്ന എന്നെ പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു സാധനം തക്കലും അങ്ങനെ വെച്ചിട്ട് അടുക്കളയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ചവിട്ടി കുത്തിയാ പോവുക. ഭയങ്കര പ്രവറായിക്ക് ആ സമയത്ത്. ഇയാളൊക്കെ പറഞ്ഞ് ജീവിച്ചാൽ മതി. ചവിട്ടി കുത്തി പോകുമ്പോ മോള് ചോദിക്കുന്നത് ചപ്പാത്തി ആയോ? ഒരൊറ്റ പൊട്ടലേക്ക് ചപ്പാത്തി ഇട്ടൂല. അടുക്കളയൊക്കെ നടന്നോട്, പരത്തെ ചൂടിയൊക്കെ വേണം, ഇടൊക്കെ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. മോക്കൊന്നും മനസ്സിലായി. ഒരു ചപ്പാത്തിയാന്ന് വെച്ചാൽ ഇങ്ങനെ ദേഷ്യം പിടിക്കണോ? ഇപ്പൊ അഡ്രിനാൽ ആർക്ക് കയറി? മോക്ക് കയറി. അപ്പോഴാണ് മോളെ കാലിടയ്ക്ക് ഒരു പൂച്ച വന്നതാണ്. പൂച്ചക്ക് ഒരു ചവിട്ട്. പൂച്ചക്ക് അഡ്രിനാലിൽ കയറാത്തോണ്ട് അവിടെ തീർന്നു. ഇതാണ് മിക്ക വീട്ടിലും നടക്കാറ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നാളെ ഉച്ചക്ക് 1 മണി വരെ അഡ്രിനാലിൽ കയറി ഞങ്ങൾ ഇന്നെ ആലോചിക്കുക. വായ തുറക്കൂലെന്ന് ഉറപ്പിക്കാം. എന്നിട്ട് നേരെ പറമ്പിലേക്ക് പോയിട്ട് കൈക്കോട്ടൊക്കെ എടുത്തിട്ട് ആലാണ് അവിടെ കൊത്തുക. അപ്പൊ നല്ല അഡ്രിനാലിൻ കുറഞ്ഞോളും. ആ പവർ വേറെ എവിടെയെങ്കിലും തീർത്താൽ മതി. ഭാര്യയുടെയും മക്കളുടെയും ഭർത്താവിന്റെയും മക്കളുടെയും ഒന്നും നേഹത്തേക്ക് ഈ അഡ്രിനാലിൻ കയറ്റാണ്ട് നിന്നാൽ തന്നെ വീട്ടിൽ നല്ല മനസ്സമാധാനം ഉണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച മനുഷ്യരാണ് നമ്മളുടെ മാതാപിതാക്കൾ. 1990 മുൻപ് എന്ന് പറയുന്നത് കേരളം അടക്കമുള്ള, അതായത് LPG നടപ്പിലാക്കുന്നതിൻ്റെ മുൻപ് കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ദരിദ്ര ജീവിതം നയിച്ചവരാണ്. നമ്മളൊക്കെ വീടും ഒക്കെ അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് സൗകര്യങ്ങളുടെ 100-1 പോലും ഇല്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാണ് നമ്മളുടെ മാതാപിതാക്കൾ. ഞാനൊക്കെ എപ്പോഴും വിചാരിക്കും, ഞാൻ എൻ്റെ ഉപ്പാക്ക് തിരിച്ചൊന്നും കൊടുത്തില്ലല്ലോ. ഉപ്പ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഉപ്പ ആഴ്ചയിൽ 500 രൂപ മാത്രമായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ ശമ്പളം. ഒരു റേഷൻ കടയിലെ റൈറ്ററായിരുന്നു. ആ 500 രൂപ കൊണ്ട് എന്നെ M.Ed വരെ പഠിപ്പിച്ചത് ഉപ്പയാ. എൻ്റെ 2 പെങ്ങന്മാരെയും കെട്ടിച്ചേച്ചത് ഉപ്പയാ. അതിൻ്റെ ഇടയിൽ ഉപ്പ എപ്പോൾ ജീവിച്ചു എന്ന് ചോദിച്ചാൽ ഉപ്പ ജീവിക്കാൻ മറന്നുപോയി എന്നായിരിക്കും അതിന് ഉത്തരം ഉണ്ടാവുക. കാരണം ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചായ പോലും ഉപ്പ കുടിക്കില്ലായിരുന്നു. ചായ കുടിക്കാത്തതിന് ഞങ്ങൾ വിചാരിച്ചത് പിശുക്കാണെന്നായിരുന്നു. പക്ഷെ ഞാനൊരു ഉപ്പയപ്പം എനിക്ക് മനസ്സിലായത് മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കലാണ് എല്ലാ ഉപ്പമാരുടെയും സ്വഭാവം. ഞാൻ ഈ ഗൾഫിലൊക്കെ ഇങ്ങനെ പോകാനുള്ള കുറേ ചാൻസ് കിട്ടിയിരുന്നു. ഒരിക്കലും ഖത്തറിൽ പോയപ്പം എൻ്റെ നാട്ടിലെ തന്നെ വലിയ പണക്കാരനായ ഒരാളുടെ താമസ സ്ഥലം കാണാനിടയായി. ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവരെ താമസ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത്. ഒരു ചെറിയ 10x10 എന്ന അളവിൽ പറയാവുന്ന, അതായത് 3 കട്ടിലുകൾ ആകൃതിയിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ മുറി. അതിൽ 6 കട്ടിലുകളാണ്, മേൽക്കുമേലെ ബെർത്ത് പോലെ. ഒരലമാര ആ റൂമിലില്ല. അവരുടെ ഡ്രസ്സൊക്കെ പെട്ടിയിലാക്കിയിട്ട് ഈ കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ നീക്കി വെച്ചിരിക്കുക.
അവിടുന്ന് പുറത്ത് ഒരു ചെറിയ മുറി, അതാണ് അവരുടെ ഡൈനിങ് ഹാൾ. ആ മുറിയിൽ വട്ടത്തിലുള്ള ഒരു മേശയും 4 കസേരയും. 6 പേർ താമസിക്കുന്ന ആ സ്ഥലത്ത് 4 കസേര മാത്രമേ ഉള്ളൂ. ആ മുറിയുടെ തന്നെ ഒരു മൂലക്ക് ഒരു നീളത്തിലുള്ള ഒരു മാർബിളിന്റെ പലക. ആ പലകയുടെ മുകളിൽ ഒറ്റ ബർണർ മാത്രമുള്ള ഒരു അടുപ്പ്. 6 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു ബർണറേ ഉള്ളൂ. 4 പേരുള്ള എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ 3 ബർണറിൽ ഒന്ന് കേടുവരുമ്പോഴേക്ക് എൻ്റെ ഭാര്യ ചീത്ത പറഞ്ഞ് ഞാൻ അപ്പം ആലോചിച്ചു. അവരുടെ ബാത്റൂമിൽ ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് എന്ന് പറയാവുന്ന താഴോട്ട് കുഴിയുള്ള ക്ലോസറ്റാണ്. അതിൻ്റെ വലത്തെ കാല് വെക്കുന്ന ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ വീണു പോകുമെന്ന് പേടിച്ചെങ്കിലും 2 വർഷമായി 4 മനുഷ്യർ ഉപയോഗിക്കുന്ന ഈ ബാത്റൂം എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു അഹങ്കാരി അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ മൂത്രമൊഴിച്ച് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവൻ്റെ ഭാര്യ മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുക. അവരിപ്പോൾ ഉള്ളത് ഒരു സാനിറ്ററി കടയിലാണ്, ക്ലോസറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ക്ലോസറ്റിൻ്റെ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവൾ പറയാണ്, എഞ്ചിനീയർ പറഞ്ഞത് ഈ മോഡൽ വാങ്ങാനാണ്, ഇതിന് 32,000 റുപ്യ വില. ഞാനും മോളും നോക്കിയപ്പോൾ മനസ്സിലായത് ഇതാ കുറച്ചുകൂടി നല്ലതിന് 42,000 ആണ്, ഇതിലേതാ വാങ്ങേണ്ടത്, വേഗം ഇങ്ങോട്ട് പറയാം. അപ്പം അവൻ തിരിച്ചു പറഞ്ഞ്, നീ വിളിച്ചത് നന്നായി, മോളെ കാണാൻ പൂതിയായിരുന്നു, ഇന്നലെ ഞാൻ ഓളെ സ്വപ്നം കണ്ടിരുന്നു, നീ മോളെ മുഖത്തേക്കൊന്ന് ക്യാമറ ആക്കിക്കുകയാണ്, നിങ്ങൾ മാഞ്ഞാളം കളിക്കാണ്ട് ഇതിൻ്റെ അഭിപ്രായം പറയാന്ന് പറഞ്ഞിട്ട് മോളെ മുഖത്തേക്കാക്കാതെ ക്ലോസറ്റ് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവൻ തിരിച്ചു പറയാണ്, അതൊക്കെ ഇപ്പം എന്നോട് ചോദിച്ചോണ്ടിരിക്കണുണ്ടോ, നിങ്ങൾക്ക് എനക്കും മോക്കൊക്കെ ഇഷ്ടപ്പെട്ട അതാണെങ്കിൽ നീ അതങ്ങ് വാങ്ങിയാൽ പോരെ എന്ന് ചോദിച്ച് ഫോൺ കട്ട് ചെയ്തു. ജീവിതകാലം മുഴുവനും ഒരു വൃത്തിയില്ലാത്ത കക്കൂസ് ഉപയോഗിക്കുന്ന ആ മനുഷ്യന് തൻ്റെ മകളും ഭാര്യയും ഏറ്റവും മികച്ച കക്കൂസാണ് ഉപയോഗിക്കേണ്ടത് എന്ന വിചാരമാണല്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ അറിയാതെ കണ്ണിൻ്റെ കോണിൽ ഇത്തിരി വെള്ളം വന്നുപോയി. അതവൻ കണ്ടു. അവൻ തിരിച്ചു വന്ന് എൻ്റെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടന്നിട്ട് ഒരൊറ്റ കരച്ചില. നീ നാട്ടിൽ പോയിട്ട് ഭാര്യയോടും മക്കളോടൊന്നും ഞങ്ങളൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത് പറയരുത് കേട്ടോ. നമ്മളൊക്കെ ജീവിതത്തിലുള്ള എല്ലാ പ്രവർത്തനം ചെയ്യുന്നത് ഒരു സന്തോഷത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ അധ്വാനിക്കുന്ന ഉരുകുന്ന ഉപ്പയുടെയും ഉരുകുന്ന ഭർത്താവിൻ്റെയും ഒക്കെ സമ്പാദ്യം കൊണ്ട് അടിച്ചു പൊളിക്കുന്ന മക്കളെയും ഭാര്യയൊക്കെ ഷഹീദിന്റെ രക്തസാക്ഷിയുടെ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിമാനം കയറി. ആ മനുഷ്യരെ കുറെ കാലം കഴിഞ്ഞിട്ട് ആ മനുഷ്യരൊന്ന് ഫോൺ വിളിക്കുമ്പോൾ നേരെല്ലാം മനുഷ്യ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും കുറെ കാലം കഴിഞ്ഞ് ആ മനുഷ്യൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ പിയാപ്പിളപ്പ പോകാത്തയും കൊണ്ട് മോക്കൊന്നിനും നേരല്ല എന്ന് പറയുന്ന അമ്മായിയമ്മമാരോ ഉമ്മമാരോ ഒക്കെ സ്വയം ചിന്തിച്ചു നോക്കണം. ആ മോൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം ഉരുകിയ മനുഷ്യൻ ഒരു വീട്ടിലെത്തുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച വീട്ടിൻ്റെ അസൗകര്യങ്ങളിലേക്ക് വരുന്ന ഒരാളായിട്ട് മാറിപ്പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഒരാളാണ് നമ്മളുടെ ഉമ്മയും. എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോയാലേ അവിടെ നിന്ന് കിട്ടുന്ന പാക്കറ്റും ചുറ്റിപ്പിടിച്ചിരുന്ന എൻ്റെ ഉമ്മ, അതിനൊരു ബിസ്ക്കറ്റ് പോലും ഉമ്മ കഴിച്ചിട്ടുണ്ടാവില്ല. അത് മക്കൾക്കുള്ളതാണ്. ഏത് പാതിരാത്രി ഞാൻ വീട്ടിൽ ചെന്നാലും ഉമ്മാണ് വാതിൽ തുറക്കുന്നെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നീ എന്തെങ്കിലും തിന്നിട്ടാണോടാ വരുന്നതെന്നാണ്. എൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ഉമ്മാക്ക് ഈ പ്രായത്തിലും ആദ്യമാണ്. പൊരിച്ച മീനൊന്നും ഉമ്മ തിന്നൂലായിരുന്നു, അതൊക്കെ മക്കൾക്കുള്ളതാ. മക്കൾക്ക് മുട്ടായി കിട്ടിയാൽ ഉമ്മാക്ക് കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അത് മക്കൾക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് അറിയാം. ഉമ്മാക്ക് അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ മക്കൾ തിന്നാലേ ഉമ്മാക്ക് സന്തോഷമാവുന്നുള്ളത് കൊണ്ടാണ്. നമ്മളെ ഉമ്മയും അങ്ങനെ തന്നെ നമ്മൾ തിന്നുന്നത് കണ്ട് സന്തോഷിച്ച ആളായിരുന്നു. പക്ഷെ അവരിപ്പോൾ പ്രായമായപ്പോൾ നമ്മളുടെ സ്ഥാനം ഉയർന്നു വന്നപ്പോൾ അവരുടെ സ്ഥാനം താഴ്ന്നു പോകാതെ നോക്കേണ്ടത് നമ്മളുടെ വലിയ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴും മക്കളോടൊപ്പം പോകുമ്പോൾ വല്ല ഐസ്ക്രീമോ മുട്ടായിയൊക്കെ വാങ്ങിയാൽ ഉമ്മ മക്കൾ ഓർപ്പിക്കും, ഉപ്പാക്ക് കൊടുക്കും. കാരണം ഉപ്പാക്ക് ഉമ്മാക്ക് എപ്പോഴും ഞാൻ മോൻ തന്നെ, ഉമ്മാൻ്റെ മോന് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഉമ്മ മുന്നോട്ട് പോകുള്ളൂ എന്നർത്ഥം. ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഈ ലോകത്ത് നിന്ന് അങ്ങ് പോണേന്നായിരുന്നു. അതായത് ജീവിതകാലം മുഴുവനും നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ഉപ്പ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പോലും മക്കളെ ബുദ്ധിമുട്ടരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഉപ്പാക്ക്. അങ്ങനെ അവർ പോയിക്കളയും. എൻ്റെ ഉപ്പയൊക്കെ പോയപ്പോൾ നെഞ്ചിലാന്തൽ ഇപ്പോഴും തീർന്നിട്ടില്ല. അതറിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ജീവനോടുള്ള കാലത്ത് ഉപ്പാനെയും ഉമ്മാനെയൊക്കെ നല്ലപോലെ സ്നേഹിക്കുക. ആരോടും പിണങ്ങാതെ ജീവിക്കാൻ ശ്രമിക്കുക. പിണങ്ങി ജീവിക്കുന്നവർ മുസ്ലിം അല്ല എന്നാണ് നമ്മളൊക്കെ പഠിപ്പിച്ചത്. മുസ്ലിം അല്ലാത്തവർ നിസ്കരിച്ചിട്ട് കാര്യമില്ല, മുസ്ലിം അല്ലാത്തവർ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല. ഹജ്ജിന് പോകുമ്പോൾ മാത്രം പൊരുത്തപ്പെടിച്ചാൽ പോരാ, നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പേ പൊരുത്തപ്പെടിക്കണം. കാരണം നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ നമ്മളോട് വെറുപ്പുള്ള ആളാവാതിരിക്കുന്ന, നമ്മളെ പിണങ്ങി നിൽക്കുന്ന ആളാരും ഉണ്ടാവാൻ പാടില്ല.
അതുകൊണ്ട് എപ്പോഴാണ് മരിച്ചു പോകുക നമുക്ക് പറയാൻ പറ്റൂല. നമ്മളൊക്കെ പരമാവധി എല്ലാവരോടുമുള്ള പിണക്കം മാറാനും ആ പിണക്കം മാറി സന്തോഷത്തോടെ ജീവിക്കാനും ഈ ഒരു കുടുംബ സംഗമത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക. പ്രത്യേകിച്ച് എൻ്റെ മരിച്ചുപോയ ഉപ്പ ഉമ്മ അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു തആല വിശാലമായി കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെയും നമ്മളുടെയൊക്കെ മാതാപിതാക്കളുടെ നല്ല സ്നേഹമുള്ള മക്കളെ നമ്മളൊക്കെ വീണ്ടും നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവർക്കും ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.